जीएसटी से छोटे व्यापारियों को, मजदूरों को, स्मॉल और मीडियम बिजनेस वालों को फायदा हुआ? मुझे हाथ उठा के दिखा दो इस यहां पे। नहीं, हाथ नीचे करो. നമസ്കാരം. രാഹുൽ ഗാന്ധി പലപ്പോഴും സ്വന്തമായി തന്നെ ഒരു പരിഹാസ കഥാപാത്രമായി മാറാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാനായി എത്തിക്കുന്ന ജനങ്ങളെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. അതിന്റെ ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതും. GST വന്നതുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കേ എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. പക്ഷേ ആരും കൈപൊക്കില്ല എന്ന ധാരണയിൽ നിന്ന് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ തന്നെ തങ്ങളുടെ കൈകൾ പൊക്കി. പെട്ടെന്ന് തന്നെ രാഹുൽ ഗാന്ധി അവരോട് കൈകൾ താഴ്ത്തു എന്ന് പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് അടുക്കാറായി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും വിജയിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യം. ഇതിന്റെ ഭാഗമായി ഇന്ത്യ സഖ്യം നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരുന്നു. അവരുടെ പ്രചരണ പരിപാടികളൊക്കെ ഏതുവരെയായി എന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. റോഡിലൊക്കെ മുദ്രാവാക്യങ്ങൾ എഴുതി വച്ചിട്ടാണ് അവരുടെ പ്രകടന പരിപാടി. സതീശൻ കള്ളനാണ്, DYFI കൊരട്ടി. ആഹാ, കൊള്ളാലോ. ഇനി അടുത്തത് വീണ വിജയനും തന്തയുമാണ് കള്ളന്മാർ. അടിപൊളി. ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ഒരു ഒത്തൊരുമയും കൂട്ടായ്മയും ഒക്കെ നമ്മളങ്ങ് ദില്ലിയിൽ കണ്ടപ്പോൾ കേരളത്തിൽ ഇവരെത്തുമ്പോൾ ഇത്രയും ഒത്തൊരുമ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മുടെ രാഹുൽ ഗാന്ധി ഭാരത് ന്യായ യാത്രയൊക്കെ നടത്തി ഏതാണ്ട് ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജി പിണങ്ങിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ പരസ്യമായി കളിയാക്കിക്കൊണ്ടവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളോടുള്ള ഒരു സമീപനം എന്താണ് എന്നത് പ്രകടമാക്കുന്ന മറ്റൊരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒരു നായ്ക്കുട്ടിക്ക് രാഹുൽ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അടുത്തുള്ള ഒരാൾക്ക് കൊടുക്കുന്നു. അദ്ദേഹം നടത്തുന്ന പ്രചരണ പരിപാടി കണ്ടു. ഇതുപോലെ ആയിരിക്കണം ഓരോ നേതാക്കന്മാര്. അല്ലാതെ അദ്ദേഹത്തെ പോലൊരു നേതാവിനെ ഭാവി പ്രധാനമന്ത്രി എന്ന് തന്നെ പറയാം, അങ്ങനെ പറ്റുന്ന ഒരു നേതാവിനെ ഇങ്ങനെ എന്തിനാണ് കളിയാക്കുന്നത് മമതേ? അതുപോലെ തന്നെ കേരളത്തിലെ ഇന്ത്യ സഖ്യം ഇങ്ങനെ കാണിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. യെച്ചൂരിയെയും രാഹുലിനെയും കണ്ടില്ലേ? ഒരമ്മ പെറ്റളിയന്മാരെ പോലെയുണ്ട്. കേരളം ഇത് കണ്ടു പഠിക്കണം കേട്ടോ. വെബ് ഡെസ്ക് RPTV.